വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് റോക്ക് എന്ന് പറയുന്നത്. റോക്ക് സ്റ്റാൻഡ്സ് ഫോർ റോബസ്റ്റ് ക്ലസ്റ്ററിംഗ് യൂസിങ് ലിങ്ക്സ്. ഇതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് അഗ്ലോമറേറ്റീവ് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് ഫോർ കാറ്റഗറിക്കൽ ഡേറ്റ എന്നാണ്. കാറ്റഗറിക്കൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നെയിംസോ ലേബിൾസോ ഒക്കെയാണ് കാറ്റഗറിക്കൽ ഡേറ്റയിൽ വരുന്നത്. അതായത് നമ്മളിപ്പോൾ കളറാണ് എടുക്കുന്നതെങ്കിൽ കളേഴ്സിൽ റെഡ്, ഗ്രീൻ, ബ്ലൂ അങ്ങനെ ഇങ്ങനെയുള്ളതൊക്കെയാണ് എന്ത് കാറ്റഗറിക്കൽ ഡേറ്റ എന്ന് പറയുന്നത്. നെയിംസ് ഓർ ലേബിൾസ് ആണ് എന്ത് കാറ്റഗറിക്കൽ ഡേറ്റയിൽ വരുന്നത്. സ്റ്റുഡൻറ്റ് ആൻഡ് ഹോബീസ് ആണ് നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ സ്റ്റുഡൻസിൻ്റെ നെയിംസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ABCD ഇതാണ് സ്റ്റുഡൻറ്റിൻ്റെ ലിസ്റ്റ്. ഇവിടെ ഹോബീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് A എന്ന് പറയുന്നതിൻ്റെ ഹോബീസ് ആണ് ക്രിക്കറ്റും മ്യൂസിക്കും. സ്റ്റുഡൻറ്റ് B ക്രിക്കറ്റ് മ്യൂസിക്. സ്റ്റുഡൻറ്റ് C ഡാൻസ് ആർട്ട്. സ്റ്റുഡൻറ്റ് D ക്രിക്കറ്റ് മ്യൂസിക്. റോക്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കാറ്റഗറിക്കൽ ഡേറ്റേനെ നമ്മൾ നൈബേഴ്സ് അനുസരിച്ചിട്ട് മെർജ് ചെയ്യും. അതായത് എയും ബിയും നോക്കാനാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും 2 കോമൺ ഹോബീസ് ഉണ്ട്. ക്രിക്കറ്റും രണ്ടുപേർക്ക് കോമൺ ആണ്, മ്യൂസിക്കും രണ്ടുപേർക്ക് കോമൺ ആണ്. അതാണ് അവർ തമ്മിലുള്ള സ്ട്രോങ് ലിങ്ക് എന്ന് പറയുന്നത്. ഇനി എയും ഡിയും നോക്കാനാണെങ്കിൽ ഇവരുടെ ഹോബീസും സെയിം ആണ്, അപ്പോൾ അവിടെ 2 ലിങ്ക്സ് ആണുള്ളത്. ഇനി എയും സിയും നോക്കാനാണെങ്കിലോ അവർ തമ്മിൽ ഒരു ലിങ്കും ഇല്ല. എ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ ഹോബീസ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റും മ്യൂസിക്കും ആണെങ്കിൽ സി എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ ഡാൻസും ആർട്ടും ആണ്. ഇവർ തമ്മിൽ 0 ലിങ്ക്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലസ്റ്റേഴ്സ് എങ്ങനെ തിരിക്കാൻ പറ്റും? ABD എന്ന് പറയുന്ന സ്റ്റുഡൻസിന് ക്രിക്കറ്റ് മ്യൂസിക് എന്ന് പറയുന്ന കോമൺ ഹോബീസ് ആണുള്ളത്, പക്ഷേ ഡി എന്ന് പറയുന്നതിന് ഡിഫറെൻ്റ് ആണുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ റോക്കിൽ ക്ലസ്റ്ററിങ് പെർഫോം ചെയ്യുന്നത്. റോബസ്റ്റ് ക്ലസ്റ്ററിംഗ് യൂസിങ് ലിങ്ക്സ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഗ്രൂപ്പ്സ് ഡേറ്റ പോയിൻറ്റ്സ് ബേസ്ഡ് ഓൺ ലിങ്കേജസ് ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിന് പകരം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? കോമൺ നൈബേഴ്സിൻ്റെ ബേസിസിലാണ് നമ്മൾ ഡേറ്റ പോയിൻറ്റ്സിനെ ഇവിടെ ഗ്രൂപ്പ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നോർമലി ക്ലസ്റ്ററിങ് നമ്മൾ ഡിസ്റ്റൻസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് നമ്പർ വാല്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ ഇവിടെ കാറ്റഗറിക്കൽ വാല്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്റ്റൻസ് ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ പറയുന്നത് ഗ്രൂപ്പ് ഡേറ്റ പോയിൻറ്റ്സ് ബേസ്ഡ് ഓൺ കോമൺ നൈബേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്റ്റൻസ്. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്? 2 പോയിൻറ്റ്സ് ആർ സിമിലർ ഇഫ് ദേ ഹാവ് മെനി കോമൺ നൈബേഴ്സ്. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് 2 ആൾക്കാർ അവർക്ക് കുറേ മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ സെയിം ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാരാണെന്നല്ലേ. ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. 2 പോയിൻറ്റ്സ് സിമിലർ ആവുന്നത് എപ്പോഴാണ്? അവർക്ക് കോമൺ നൈബേഴ്സ് ഉള്ളപ്പോഴാണ്. ഇനി എങ്ങനെയാണ് റോക്ക് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് കമ്പ്യൂട്ട് ലിങ്ക്സ് ബിറ്റ്വീൻ പോയിൻറ്റ്സ്. അതായത് കോമൺ നൈബേഴ്സിനെ നമ്മൾ ആദ്യം കമ്പ്യൂട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലസ്റ്ററിനെ മെർജ് ചെയ്യുന്നത്. എങ്ങനെ? അതിൻ്റെ ഗുഡ്നെസ് മെഷർ വെച്ചിട്ട്. അതായത് കോമൺ ആയിട്ടുള്ള നൈബേഴ്സ് ഉള്ളവരെ ഒരുമിച്ച് ഒരു ക്ലസ്റ്റർ ആയിട്ട് അങ്ങ് മെർജ് ചെയ്യും. ഇനി റോക്കിൻ്റെ അഡ്വാൻറ്റേജ് പറയുന്നത് ഹാൻഡിൽസ് കാറ്റഗറിക്കൽ ഡേറ്റ. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. റോക്കിന് കാറ്റഗറിക്കൽ ഡേറ്റനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ റോബസ്റ്റ് ടു നോയ്സ്. ഇനി റോക്കിൻ്റെ യൂസ് കേസ് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ക്ലസ്റ്ററിങ് മാർക്കറ്റ് ബാസ്ക്കറ്റ്. മാർക്കറ്റ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് റോക്കിൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂസ് കേസ് ആണ്. അതേപോലെ തന്നെ ടെക്സ്റ്റ് ഡേറ്റ, അങ്ങനെ കുറേ അധികം യൂസസ് വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.